ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് മംഗലാപുരം പോവാട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സുഖമില്ലായ്മ ഉണ്ട് എന്ന്. ഇന്നലെ നൈറ്റൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പോയി കാണിച്ചേക്കാം. ക്ലാസ്സിനൊക്കെ പോകുന്നതല്ലേ, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. നാട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മക്കളെ രണ്ടുപേരെയും കൂട്ടിയില്ല. ചെറിയ മോളെ ഇന്ന് വിട്ടില്ല. അവളെ അമ്മയ്ക്ക് റെഡിയാക്കിയിട്ട് വിടാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ വന്നല്ലോ. മൂത്ത മോൾക്ക് പിന്നെ എക്സാം ആയതുകൊണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അവൾ തന്നെ റെഡിയായിട്ട് പോയിക്കോളും. കൊണ്ടാക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. 9:30-10 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാൻറ്റീനിൽ വന്നിരിക്കണതാണ്. മക്കളെ കൂട്ടാണെങ്കിൽ ഞങ്ങളങ്ങനെ എവിടെയും പോകാറില്ല. അവർ രണ്ടുപേരെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. ഞങ്ങളത്ര രാവിലെ പോയിട്ടും നല്ല തിരക്കായിരുന്നു. എനിക്ക് നെക്ക് പെയിനായിട്ട് ഒരു വട്ടം പോയിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുക്കാൻ പറഞ്ഞു ജസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ. അപ്പോൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിട്ട് കാണിക്കാമല്ലോ അപ്പം തന്നെ. അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടു, പ്രശ്നമൊന്നുമില്ല, മെഡിസിനൊക്കെ തന്നു. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ വിളിച്ചുകൊണ്ടുണ്ട്, മോള് വിളിച്ചുകൊണ്ടുണ്ട്, അച്ഛാ വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് വീട്ടിൽ പോകണം. ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് കുറച്ച്. അമ്മയുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് അമ്മേൻ്റെ ചേച്ചിമാരാണ് കേട്ടോ രണ്ടുപേരും. അത് അകത്തോട്ടിപ്പോൾ കയറിപ്പോയത് എൻ്റെ അമ്മേനെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ തൊഴുതുകൊണ്ട് വരണതാണ്. ഞാൻ പിന്നെ കാണിക്കാണ്ടിരിക്കുമോ? ഡ്രസ്സൊക്കെ തയ്ച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ചു, ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. ഏട്ടന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഓഫീസിലേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വണ്ടി ഓടിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഏട്ടൻ്റെ അടുത്ത് കെഞ്ചി ഞാനൊന്ന് വണ്ടി മേടിച്ചു. എന്നോട് പറഞ്ഞു, നീ ഓടിച്ചോ, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി വന്നു. കുറേ കാലമായി. ഓഫീസിലെത്തി. ശരത്തേട്ടനും ചേച്ചിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് ഞങ്ങൾ ഏട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.